ഇപ്പം നാട്ടിൽ നല്ല മഴ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പിള്ളേർക്ക് അവധിയുള്ള ദിവസം നല്ല വെയിലും ക്ലാസ് ഉള്ള ദിവസം നല്ല മഴയും. അങ്ങനെയാണെന്ന് വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ പറയണ്ടായിരുന്നു. എന്താണെങ്കിലും നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എനിക്കിവിടെ രാവിലെ ഇടിയപ്പം അതേപോലെ തന്നെ തക്കാളിക്കറിയും കൂടെ ഒരു മുട്ടയും കൂടി ആയിരുന്നു കേട്ടോ. ഈ ഇടിയപ്പം തക്കാളിക്കറിയും എന്ത് കോമ്പിനേഷനാണെന്ന് നിങ്ങൾ ചോദിക്കരുത്. നമുക്ക് എന്തിൻ്റെ കൂടെയാണോ ഫുഡ് കഴിക്കാൻ ഇഷ്ടം അതൊക്കെയാണ് നമ്മുടെ കോമ്പിനേഷൻ. അത്രയേ ഉള്ളൂ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് രാവിലെ അരി ഇടാൻ വേണ്ടി നോക്കിയപ്പോഴാണ് കുറച്ചും കൂടി അരിയേ ഉള്ളൂ എന്ന് മനസ്സിലായത്. എന്നാണെങ്കിലും ഇന്നത്തേക്ക് വണ്ടി ഓടാനുള്ളതുണ്ട്. അതുമാത്രം പോരല്ലോ, ഇന്നിപ്പോൾ മേടിച്ച് വെച്ചില്ലെങ്കിൽ നാളെ പിന്നെ ഞാൻ പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു 2-3 മിനിറ്റ് മാത്രം പോയാൽ മതി. ഇവിടെ ഒരു മലയാളി കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി അരി മേടിക്കാനുള്ള പോക്കാണ് ഞാൻ ഈ റെഡിയായിട്ട് പോകുന്നത്. നമുക്ക് നടന്നങ്ങ് പോകാനുള്ളതേ ഉള്ളൂ. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കാലാവസ്ഥ അത്ര നല്ലതൊന്നുമല്ല. നല്ല മഴക്കാറുണ്ട്, കൂടെ തന്നെ നല്ല കാറ്റും ഉണ്ട്. വെയിൽ ഒട്ടും തന്നെ ഇല്ലയെന്ന് പറയാം. ഇതിപ്പോൾ മഴ എപ്പോൾ പെയ്യോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ല. ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുകയാണ്. ചിലപ്പോൾ മഴ പെയ്യാം, ചിലപ്പോൾ ഇതൊക്കെ മാറി വെയിൽ വന്നേക്കാം. എന്നാണെങ്കിലും നമുക്ക് പോയിട്ട് വരാം. ഞാനിവിടെ പവിടത്തിൻ്റെ അരി ആട്ടോ മേടിച്ചിരിക്കുന്നത്. മലയാളി കടയിൽ ചെന്നപ്പോൾ അവിടെ നമ്മുടെ കറി നാരങ്ങ ഇരിക്കണ്ടായിരുന്നേ, അതും മേടിച്ചു. നേരത്തെ ഞാനിവിടെ മേടിച്ചുകൊണ്ടിരുന്ന ഡബിൾ ഹോഴ്സിൻ്റെ അരി കേട്ടോ. അപ്പോൾ അത് വേവാൻ കുറച്ച് സമയം വേണം. മറിച്ച് പവിടത്തിൻ്റെ അരിയാണെങ്കിൽ കുക്കറിൽ മീഡിയം ഫ്ലെയിമിലോ ഫുൾ ഫ്ലെയിമിലോ ഒറ്റ വിസിലങ്ങ് കേൾപ്പിച്ചാൽ മതി, പെട്ടെന്ന് വെന്ത് വന്നോളും. ഓണമൊക്കെ ഇങ്ങനെ എത്താറായില്ലേ, അതുകൊണ്ടാണ് കരുനാരങ്ങയൊക്കെ വന്നു തുടങ്ങിയത്. ഇതിപ്പോൾ അച്ചാറിടണോ അതോ വറുത്തരച്ച് കറി വെക്കണോ എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷനിലാണ് ഞാനിരിക്കുന്നത്. എന്നാണെങ്കിലും ഇന്നില്ല, നാളെയേ ഉള്ളൂ. അപ്പോൾ മുട്ടയും കൂടി മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കയ്യോടെ തന്നെ എടുത്തു വയ്ക്കട്ടെ.